പേരിൽ സ്വതക്ക ചെയ്യേ. നമ്മളൊക്കെ ഏത് ഇൽമിന്റെ സദസ്സുണ്ടാവുമ്പോൾ ചെയ്യണം മുഅ്മിനെ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യേ. അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയോട് വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ, ഇന്ന അബീ മാത വലം യൂസി, എന്റെ ഉപ്പ ഒരു വസിയത്തും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് നബിയേ. അയംഫഉഹു ഇദാ തസദ്ദഖ്തു അൻഹു. നേരത്തെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വാപ്പയെ കുറിച്ച്. എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലേ അത് പകരമാകുമോ? ഉപ്പാക്ക് ഉപകാരം ലഭിക്കുമോ? ഖാല നഅം. മരിച്ചു കിടക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെയുള്ള കൂലി മക്കള് വാപ്പാക്ക് വേണ്ടി ചെയ്താൽ ഇതിന് കൂലിയുണ്ട്. മക്കളെന്ന് മാത്രമല്ല, വറസത്തിന്റെ വിഷയം ഗാലിബിലും അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ. എന്നാൽ അവരല്ലാത്തവര് ചെയ്താലും അവർക്ക് കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസും കൂടെ വെച്ച് നോക്കണ്ടേ. ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇത് ബുഖാരിയും മുസ്ലിമും വെട്ടിക്കളയണോ ഈ ഹദീസൊക്കെ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളില്ലേ ഇതൊക്കെ? സ്വഹാബിയുടെ അമൽ ദീനിന് തെളിവാണ്. പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരിവെച്ച വിഷയങ്ങൾ തള്ളിപ്പറയാൻ ഒരാൾക്കും പാടില്ല. അഹ്ലു ദിക്റാണത്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ക്ഷമയാണോ? എത്ര വലിയ അഹങ്കാരമാണത്. ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീസിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത്. നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ്. പുത്തനാശയക്കാർ പെട്ടുപോകുന്നത് ഹദീസിന്റെയും ഖുർആനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ്. ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല. പ്രാമാണികമായ ഹദീസിന്റെയും ഖുർആനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തിയ കിതാബുകളൊന്നും എടുത്ത് പഠിക്കും. വെറുതെയുള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കുക. എത്ര വിഷയം എത്ര എളുപ്പമാണ്. ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്. ചെയ്യുന്ന നന്മകള് തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകൾ ഇല്ലാതെയാവുന്ന പണി നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത്. വേണ്ട. ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നുമല്ല ഇവിടെ വേണ്ടത്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയല്ല, കുഫർ എന്ന് പറയല്ല, ശിർക്ക് എന്ന് പറയല്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിദ്അത്ത് ചെയ്യുന്നു എന്ന് പറയരുത്. ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അത്രേ വേണ്ടു. ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയാം, മയ്യത്തിന് നോമ്പ് നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ? മയ്യത്തിന്റെ അനന്തരാവകാശികൾ, ഉമ്മ നോമ്പൊൽക്കാതെ മരിച്ചിട്ടുണ്ട്, ഉമ്മയുടെ ഒരുപാട് നോമ്പ് ഖളാ ഉണ്ട്, മക്കള് നോമ്പ് നോൽക്കണം. വാപ്പാക്ക് നോമ്പ് ഖളാ ഉണ്ട്, മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട്. സജ്ജനങ്ങൾക്ക് നോൽക്കാം അവർക്ക് പകരമായിട്ട്. നോമ്പ് വീടും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് ചെയ്താലും കിട്ടും. ഈ പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീസിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല. ലിതുബയ്യന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം നബിയേ, വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ. അതിന്റെ അർത്ഥം എന്താ? ഹദീസും കൂടെ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീസ് പഠിക്കണം. ഇത് എവിടുന്ന് കിട്ടി? ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ആരാ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുന്നതാണ് ഹദീസ്. അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത്. അല്ലാഹു തആല അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തന്നെയും അല്ലാഹു പുറത്തു തരട്ടെ. ഹബീബായി തങ്ങൾ പറയുന്ന ഹദീസ്, മൻ മാത വഅലൈഹി സുയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയ്യത്തിന്റെ അവകാശികള്, ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്,
ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, അബൂ ദാവൂദ് സുനൻ, മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന ഹദീസാണിത്. മയ്യത്തിന് നോമ്പുണ്ടോ, ബന്ധുക്കൾ നോമ്പ് വീട്ടണം, ഖളാ വീട്ടണം. ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വീടൂല, വാപ്പായുടെ കടം വീടില്ല. ബന്ധുക്കൾക്കത് നിർബന്ധമാണ്. മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോറ്റുകൊടുക്കണേ. പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ. നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാ. നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഖിയാസാണ് അലിമികൾ കൊണ്ടുവരുന്നത്. ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, 100 രൂപ ഉണ്ട്, അത് നിങ്ങളുടേതാണോ, നിങ്ങൾക്ക് മിൽക്കുണ്ടോ, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം, ദാനം ചെയ്യാം. വേറെ ഒരാളുടെ കിഷിനെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളൊരു അമൽ ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ്. അത് പറയാം, അല്ലാഹുവേ, എന്റെ ഈ ഫാത്തിഹ ഞാൻ ഓതിയത്, യാസീൻ ഞാൻ ഓതിയത്, ഖുർആൻ ഓതിയത്, ഖതം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാദി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്യുകയാണ്. നിങ്ങൾ ആർക്കും ഹദിയ ചെയ്യാം. അതിലൊന്നും ശറയിൽ ഒരു വിരോധവുമില്ല. നിർബന്ധമാണോ? അല്ല, നിർബന്ധമുള്ള വിഷയമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ഉമ്മി തുഫിയതു അലൈഹാ സിയാമു ശഹ്രിൻ. എന്റെ ഉമ്മ ഒരു മാസത്തെ നോമ്പ് നോൽക്കാതെയാണ് മരിച്ചുപോയത്. ചില റിവായത്തിൽ 2 മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു. ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും. ഞാൻ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആലക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ ഫർളാൻ, നിർബന്ധമായി കഴിഞ്ഞു. സുന്നത്തല്ല, പിന്നെ ഫർളാണത്. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും. അവര് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മാക്ക് പകരം ഞാനത് നോൽക്കുന്നത് മതിയാവുമോ റസൂലേ? മുത്തുനബിയുടെ മറുപടി വന്നു, അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ അകുൻതി തഖ്ദീഹി. നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? ആ പെണ്ണ് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഉമ്മയുടെ കടം ഞങ്ങൾ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ. എന്നാൽ അല്ലാഹുവിന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത്. സൂമി അൻ ഉമ്മിക്കി, നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബന്ധുക്കളോട് നോൽക്കണം എന്ന് പറയുന്നത് ബന്ധുക്കളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് എന്ന് അലിമീങ്ങൾ പറയും. ബന്ധുക്കൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം, അവർക്ക് പകരം നന്മ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കട്ടെ. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് 2 ദീനാർ ഏറ്റെടുത്തത് അതിന് തെളിവാണ്. 2 ദീനാർ നബിയെ ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നത്. അബൂ ഖതാദ തങ്ങളും മരിച്ച മയ്യിത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പക്ഷേ ഈമാനിന്റെ ബന്ധം മതി, ഈമാനിന്റെ ബന്ധം മതി. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ? ഇതാണ് വലിയ തർക്കമുള്ള വിഷയം. മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാം. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാം, ഖബറിനടുന്ന് ഓതാൻ പറ്റുമോ? അപ്പൊ പറയും ബിദ്അത്താണ്. സുബ്ഹാനല്ലാഹ്. മരിച്ച മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതാൻ പറ്റുമോ? പറയും ബിദ്അത്ത്. നിങ്ങൾ പത്രം വായിച്ചാലും കുഴപ്പമില്ല, യാസീൻ ഓതാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് കളിക്കരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ. ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ചിരി അദബ് വേണം. അത്രമാത്രമേ പറയുന്നുള്ളൂ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത്, പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല. ജനാബത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല, അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല, ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല, ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ, അല്ലെങ്കിൽ
റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്നി നുഹീതു അൻ ഖറഅൽ ഖുർആന റാകിഅൻ വസാജിദ. റുകൂഇലും സുജൂദിലും ദിക്റ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല. ഇതുപോലെ ദിക്റുകളെ റുകൂഇലും സുജൂദിലും പറ്റും. അവിടെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക പാടില്ല. അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. ബാത്റൂമിൽ പാടില്ല. ജനാബത്തുള്ള ആള് ഓതാൻ പാടില്ല. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്ലു ഷൈഇൽ ഹില്ലു. മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ്. മയ്യത്തിനടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി ശിർക്കായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തായി പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. എന്താണ് ഇതിന് തെളിവ്? ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ്, ഇത് അൻസ്വാരികൾ ചെയ്തതാണ്, താബിഈങ്ങൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അംഗീകരിച്ചു കഴിഞ്ഞൊരു വിഷയത്തിൽ നമ്മള് അതിൽ അഭിപ്രായം പറയുന്നത് വലിയ അദബുകേടാണ്. അള്ളാഹുവിനോട് അദബ് കാണിക്കാത്തതിന്റെ പേരില ഇബ്ലീസിനെ പുറത്താക്കിയത്. ആദം നബിയോട് അദബ് കാണിക്കാത്തതിന്റെ പേരിൽ അദബുകേട് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാം. ഖുർആന് ബറക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമോ അതൊന്നുമല്ല. കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇതൊരു ഉറൂസ് പരിപാടിയാണ്. മഹാനായ ഖാദി ഹസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അല്ലാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത്. അതിന്റെ പേരിൽ ഒരു ബിദ്അത്തും അല്ലാഹു അംഗീകരിക്കാത്ത, ദീൻ പൊറുക്കാത്ത, മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം. നമ്മൾ മയ്യത്തിനിടന്ന് ദുആ ഇരക്കൂലേ? ഖബറങ്ങ് ചെന്ന് യാസീൻ ഓതില്ലേ? ഖുർആൻ ഖത്തപ്പുര കിട്ടുന്നില്ലേ നമ്മള്? അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ബറക്കത്ത് ഉള്ളതാണ്. അല്ലാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ്. ശരിയാണ്. ലിതുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ. ഖുർആൻ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്. ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ബറക്കത്ത്. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ഖുർആനിന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. അല്ലാഹു തആല തന്നെ പറയട്ടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, മുബാറകാണ്. ഫത്തബിഊഹു, ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് അല്ലാഹു തആല ആകാശ ലോകത്ത് നിറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? ഖുർആൻ ബറക്കത്തുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ച് ഊതിക്കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ. ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം, ആ പറഞ്ഞു വിദ്യാർത്ഥി, അതാ ഖുറാഫാത്ത് പറയുന്നു. ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു, ഒക്കെ വേണ്ട 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 വേണ്ട, ഇന്നത് വേണം വേണം എന്ന് വല്ലതും പറയുന്നുണ്ടോ? അധികം തന്നെ പറയാം. പഠിക്കാതെ അങ്ങോട്ട് പറയാം. അതിന് കാരണങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിദ്അത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവര് പറയുന്ന പ്രമാണങ്ങള് ശാഫിഈ മദ്ഹബിന്റെ പ്രമാണങ്ങളാണോ, അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും, ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ്, മറ്റവർക്ക് അത് തെളിവല്ല. അങ്ങനെയല്ല. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും റഈസ് സ്വഹാബയും ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈസ് സ്വഹാബയും ഇതൊക്കെ പ്രമാണങ്ങളാണ്. ദീനിന്റെ അസ്ലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ആകുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ്, പ്രമാണബദ്ധമായ വിഷയങ്ങളെ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. അത്രയേ പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാ സംഘം ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാം, ഫമറൂ ബിതരീഖിഹിം അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചൂതിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം. 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് 7 പ്രാവശ്യം ഊതിക്കൊടുക്കുകയും ചെയ്തു. ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു. 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു. ഈ സംഭവം വെറൊരു ചരിത്രമല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത്. 30 ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ, നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ, അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതാ ഭക്ഷണല്ലേ ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമുഅക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അത് ഈ കാഴ്ചപ്പാടാണ്, അത് ശരിയായൊരു കാഴ്ചപ്പാടാണത്. അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം. മൂസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത്. അവിടെ ഖദർ നബി ചോദിച്ച്, ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസാ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മൂസാ നബിയെ, അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ? നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ. കാശിന് വാങ്ങിച്ചൂടെ എന്നല്ല അവിടെ വിഷയം. ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ, ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. മുത്തനബിയെ ഞങ്ങൾ അവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതിക്കൊടുത്തു നബിയെ. അല്ലാഹു ശിഫ കൊടുത്തു. ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വമാ അദ്റാക അന്നഹാ റുഖിയ, ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ. നിങ്ങൾ ചെയ്തത് ശരിയാണ്. 30 ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. വജഅലൂലി മഅകും സഹ്മാ, അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്.